ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് പ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരേ ബാറ്റർ വെച്ച് നമുക്ക് 2 ഐറ്റം ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. നമ്മുടെ വീട്ടിൽ മുട്ടയും പഴവും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 10-15 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് 2-3 ഏലക്കായൻ്റെയും കൂടി കുത്തി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്താ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായി ഇളകി വരട്ടെ. അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തന്നെ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. അതുപോലെ ഞങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഇനിയുടെ ബ്രെഡാണ് എടുക്കുന്നത് ഞാൻ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. ബ്രെഡും പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊരു പാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തായിരുന്നു തേച്ചെടുക്കുന്നത്. അവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ മുട്ടയിലേക്ക് ബ്രെഡൊക്കെ ഒന്ന് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാ നമുക്ക് മുട്ടയും ബ്രെഡും കൂടി ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു ട്രിപ്പിൽ 3 ചെയ്തെടുക്കുന്നത്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കടി റെഡിയാക്കി എടുക്കാം. അത്രക്ക് ഈസിയാണ്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതാ ഫസ്റ്റത്തെ ഇവിടെ സെറ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഇതിൻ്റെ അത് കഴിക്കാൻ. ഇത് മാറ്റി കൊടുക്കാം. നമുക്കതുപോലെ തന്നെ അടുത്തതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നേന്ത്രപ്പഴമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളെ മുട്ടകളുടെ ബാക്കിയുണ്ട് വന്നിട്ട്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അവിടെ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കണം. അതാ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വരട്ടെ. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊക്കെ ഒന്ന് ഇതുപോലെ 4 ഭാഗം അങ്ങനെ കീറിയിട്ട് വേണം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ബ്രെഡ് പൊരിച്ച പാനിൽ തന്നെയാണ് ഞാൻ ഇനി ഇത് വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് അണ്ടിയും മുന്തിരിയും ലേശത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം.
നമ്മൾ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴം ചേർന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പഴം പച്ചയാണല്ലോ, അതുകൊണ്ട് അധികം മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള മുട്ടയിലേക്ക് നമ്മൾ ഈ പഴം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ പാൻ ചൂടാക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് പഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഈ തട്ട് വെച്ച് നമുക്ക് മൂടി കൊടുക്കാം. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഞാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് 4 ഭാഗം ഒന്ന് ഇതുപോലെ അതിന് ശേഷം തട്ടിലേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഇതിൽ വെച്ചിട്ട് മറുഭാഗം കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ അടിപൊളി പഴം മുട്ട ചേർത്തിട്ടുള്ള ബോളോട് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഴം ഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഓണത്തോടെ 2 സ്നാക്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.